എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഷോപ്പിംഗ്, ഫുഡ് കഴിക്കൽ, പിന്നെ നമ്മുടേതായ കാര്യങ്ങൾ, അങ്ങനെ എല്ലാത്തിനും ഒറ്റയ്ക്ക് പോയി വരുന്ന എത്ര പേരുണ്ട് ഇവിടെ? എനിക്കൊരു പ്രായം കഴിഞ്ഞിടം മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോവാറ്. ഇനി അത് എലോൺ വൈബാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല, എനിക്ക് ആരെയും അങ്ങനെ വിളിക്കാൻ തോന്നാറില്ല. എനിക്കെന്തോ അവർ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. എല്ലാവരും വിളിച്ചാൽ ഞാൻ കൂടെ പോവുമെങ്കിലും എൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ആരെയും അങ്ങനെ വിളിക്കാറില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ ആരെയും താങ്ങണ്ട, തിക്കണ്ട, തിരക്കണ്ട, നമ്മുടെ ഇഷ്ടം, നമ്മൾ എവിടെ പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ ഫ്രീഡം, നമുക്കിഷ്ടമുള്ളത് പോയി കഴിക്കാം, അവർക്ക് ടൈമായി എന്നും പറഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കണ്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങേ അറ്റം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതൊക്കെ. കാരണം ഇപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് അക്ഷയയിൽ പോകാനോ ബാങ്കിൽ പോകാനോ ഒന്നും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, ഭയങ്കര ഇൻസെക്യൂർ ആവുന്ന കുറേ പേരെ എനിക്കറിയാം. ചെക്കന്മാർ 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് വൈബടിക്കാൻ പറ്റുന്നതെന്ന്. കാരണം ചെക്കന്മാരിൽ ഭൂരിഭാഗം പേരും ഒരു 2-3 ഫ്രണ്ട്സ് കൂടെ ഇല്ലാതെ എങ്ങും പോവാത്ത ആൾക്കാരെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. നിങ്ങളും ഇങ്ങനെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ കോൺഫിഡൻസ് കുറഞ്ഞ് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കോൺഫിഡൻസൊക്കെ പുറത്തെടുത്ത് ഒരു ദിവസം ഒരു സോളോ ഡേറ്റൊക്കെ അടിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസൊക്കെ പുറത്തോട്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കേടാ, ബൈ.